ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യക്കുട്ടൻ്റെ വണ്ടിയിലിരുന്ന് നല്ല കോട്ടുവായിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഈവനിങ് ആയിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ആദ്യക്കുട്ടൻ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. പാവത്തിന് ഞാൻ കുത്തിപ്പൊക്കി എടുത്തോണ്ടോന്നാണ്. ആദ്യമാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുതൽ നല്ല ചുമയായിരുന്നു കേട്ടോ. തുമ്മലും ഉണ്ടായിരുന്നു. എന്നാൽ കൈയോടെ കാണിച്ചില്ലെങ്കിൽ ആൾക്ക് അലർജി ഉള്ള കാരണം പെട്ടെന്ന് കൂടും കേട്ടോ. അതുകൊണ്ട് ആദ്യസിനെ മരുന്നിന് പോയതാണ്. മരുന്നിന് പോയി തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിട്ടോ വന്നത്. തിരികെ എത്തിയപ്പോൾ തന്നെ 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. രണ്ടാക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ വേഗം തന്നെ പുട്ടിന് നനച്ചെടുക്കുവാണ്. പുട്ടും പയറും രണ്ടാക്കും ഇഷ്ടാട്ടോ. ആദ്യസിനാണെങ്കിൽ എല്ലാ കറിക്കും എത്ര എരിവായാലും ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ് കേട്ടോ. ആദ്യക്കൂടെ നേരെ ഓപ്പോസിറ്റാണ്. നേരത്തെ കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം ഈ ഇടയിട്ട് ആൾക്ക് എരിവ് തീരെ അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പം അത് കാരണം ഞാൻ ആദ്യക്കൂട്ടിന് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് താളിച്ചെടുക്കാറുണ്ട് കേട്ടോ. പിന്നെ പയർ താളിക്കാനായിട്ട് ഞാൻ വേഗം തന്നെ സവാളയൊക്കെ അരിഞ്ഞെടുത്ത് 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പയർ വേഗം താളിച്ചെടുത്ത് തൊട്ട് സൈഡിൽ തന്നെ പുട്ടും ആവേറ്റെടുക്കുന്നുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്ന ടൈമിൽ രണ്ടാളും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർ TV വെച്ച് കൊടുത്തപ്പോഴോ രണ്ടാൾക്കും വേണ്ട എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അടുക്കളയിൽ നിൽക്കുവാണ്. പുട്ടും പയർ റെഡിയായി ആ ദിവസത്തെ കഴിക്കാൻ പോവാണ്. ആദ്യക്കൂട്ടി ഇന്ന് ചെറിയൊരു വാശിയാണ് കേട്ടോ. ഇന്ന് ഞാൻ തന്നെ വാരിക്കൊടുക്കണമെന്നാണ്. സാധാരണ ആ ദിവസം അല്ലെങ്കിൽ ഏട്ടനോ വാരിക്കൊടുത്താൽ കഴിക്കാറുള്ളതാണ്. ഇന്ന് ഏട്ടൻ എടുത്താത്ത കാരണം ആ ദിവസം വാരിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒട്ടും അടുക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യക്കൂട്ടിന് വാരിക്കൊടുക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ രണ്ടാൾക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങളെന്തേ കഴിക്കാനിരുന്നു കേട്ടോ. ഒരു കറി ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നേ. അപ്പോഴാണ് കഴിച്ചത് അച്ഛൻ ചിക്കൻ വറുത്തം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പയർ കറി എല്ലാം ഉച്ചക്കത്തെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. കറിയില്ലാന്ന് ഓർത്ത് വിഷമിച്ചിരുന്ന എനിക്ക് ഇപ്പൊ പുട്ടിനേക്കാളും കൂടുതൽ കറികളായിട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുവാണേ. അപ്പൊ ഇത്രയും ചേട്ടാ.